Hi dears, welcome to AUCS online class. കഴിഞ്ഞ ക്ലാസ്സിൽ പേജ് നമ്പർ 19 പ്രാക്ടീസ് ടൈം വരെ പഠിച്ചിരുന്നത് അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്നല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്താണെന്ന്. ഓക്കെ, സെയിം ആംഗിൾസ് എല്ലാം മാർക്ക് ചെയ്യാൻ പഠിച്ചു. ടെക്സ്റ്റ് എല്ലാവരും മാർക്ക് ചെയ്തല്ലോ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. പേജ് നമ്പർ 19, സെയിം പേജ്, മാത്ത് സ്റ്റിക് പസിൽ. സെറ്റ് പസിലാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, മേക്ക് 8 triangles using 6 matchsticks. Try. 6 matchsticks യൂസ് ചെയ്തുകൊണ്ട് 8 triangles ക്രിയേറ്റ് ചെയ്യണം. ഒന്ന് ശ്രമിക്കാമോ? കേട്ടോ, 1 2 3 4 5 6 അങ്ങനെ 6 മാറ്റ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് 8 triangles മേക്ക് ചെയ്യുക. 6 മാറ്റ്സ്റ്റിക്കുകൾ യൂസ് ചെയ്ത് 8 triangles ഷേപ്സ് മേക്ക് ചെയ്യുക. ഇങ്ങനെ ഒരു സ്റ്റാറിന്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്തപ്പോൾ എത്ര ട്രയാങ്കിൾസ് ഫോം ചെയ്തു എന്ന് നമുക്ക് എണ്ണാം. 1 2 3 4 5 6. പിന്നെ 7 ആയിട്ട് ഈ വലിയ ട്രയാങ്കിൾ, 8 ആയിട്ട് ഈ വലിയ ട്രയാങ്കിൾ. കണ്ടോ, 7 8. കണ്ടോ, 6 മാറ്റ്സ്റ്റിക്സിന്റെ സഹായത്തോടെ 8 ട്രയാങ്കിൾസ് ഫോം ചെയ്തു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, take 8 matchsticks and make a fish like this. കണ്ടോ, സൈഡിലെ ഫിഷ് കണ്ടോ, ഒരു 8 മാറ്റ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് ഇവിടെ 8 മാറ്റ്സ്റ്റിക്കുകൾ ഉപയോഗിക്കാം. പിന്നെ എന്താണ്, ഒരു ഫിഷിന്റെ രൂപത്തിലാക്കുക. Now pick up any 3 matchsticks and put them in such a way that the fish not start swimming in the opposite direction. The fish now starts swimming in the opposite direction. Did it? 8 മാറ്റ്സ്റ്റിക്കുകൾ ഉപയോഗിക്കുക. സൈഡിലത്തെ ബോക്സിലുള്ള ഷേപ്പിലുള്ള പോലെ ഒരു ഫിഷിന്റെ ഷേപ്പ് ഉണ്ടാക്കുക. അതിൽ 3 മാറ്റ്സ്റ്റിക്കുകൾ എടുത്ത് മാറ്റിയിട്ട് ഫിഷ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ സ്വിം ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ ഫിഷ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യണം. ഇതേ മാറ്റ്സ്റ്റിക്കുകൾ തന്നെ ഉപയോഗിക്കുക. അതിന് 3 എണ്ണം മാത്രമേ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഷേപ്പിന് മാറ്റ്സ്റ്റിക്കുകൾ വെക്കുക. അതിൽ 3 മാറ്റ്സ്റ്റിക്കുകൾ എടുക്കാൻ അനുവാദമുണ്ട്, പിന്നെ റീഅറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫിഷ് സ്വിം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നണം. അതായത് മുകളിലത്തെ ആ 2 കോൺ പീസ് അല്ലെ താഴത്ത് വെക്കണം അല്ലെ. പിന്നെ സൈഡിലത്തെ ആ 2 മാറ്റ്സ്റ്റിക്കുകൾ എന്താണ്, കുറച്ച് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. കണ്ടോ, മുകളിലോട്ട് ഇങ്ങനെ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മുടെ ഫിഷ് താഴത്തോട്ട് സ്വിം ചെയ്യുന്ന രീതിയിലാക്കാം. പക്ഷെ 3 മാറ്റ്സ്റ്റിക്കുകൾ അനക്കാൻ പാടുള്ളൂ എന്ന് പറയാം. മുകളിലത്തെ 2 എണ്ണം എന്തായാലും എടുത്ത് മാറ്റി താഴത്ത് പ്ലേസ് ചെയ്ത് വെച്ചു, റീഅറേഞ്ച് ചെയ്ത് വെക്കണമായിരുന്നു അല്ലെ. പിന്നെ സൈഡിലത്തെ മാറ്റ്സ്റ്റിക്കുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മുകളിലോട്ടാക്കി കൊടുക്കാം. അതേ ഉള്ളൂ വഴി അല്ലേ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. പസിൽസ് ആണ് അല്ലെ. നമ്പർ 3, യൂസിങ് 10 matchsticks you make this shape. 10 മാറ്റ്സ്റ്റിക്കുകൾ ഉപയോഗിച്ച് താഴെ കാണുന്ന ഈ ബോക്സിലുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുക. Pick up 5 matchsticks and put them in such a way that you get the shape of a house. അതിൽ 5 മാറ്റ്സ്റ്റിക്കുകൾ എടുത്തിട്ട് നമുക്കൊരു ഹൗസിന്റെ ഷേപ്പിലാക്കണം. അത് ഏതൊക്കെയാണ് എടുക്കേണ്ടത് സ്വയം ചിന്തിക്കുക. പസിലാണ്, സ്വയം ചിന്തിച്ച് എഴുതേണ്ടുന്ന കാര്യമാണ്. എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. സോ എല്ലാവരും മാറ്റ്സ്റ്റിക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യുക. അതിൽ 5 മാറ്റ്സ്റ്റിക്കുകൾ എടുക്കാൻ അനുവാദമുണ്ട്. എന്നിട്ട് അത് റീഅറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ ഇതുപോലത്തെ ഹൗസിന്റെ ഷേപ്പ് വരണം. If you have not able to solve these, then look for the answers on page number 29. Page number 29 ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ പസിൽസിന്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ ടേക്ക് യുവർ പേജ് നമ്പർ 29. ടേൺ യുവർ പേജ് നമ്പർ 29 ആൻസേഴ്സ് കണ്ടോ തന്നെയാണ്. ഓക്കെ, സോ ഈ 3 ക്വസ്റ്റ്യൻസ് നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 20, ആംഗിൾ ടെസ്റ്റ്. How do we make equal angles? Let us make an angle tester. നമ്മൾ ഈക്വൽ ആംഗിൾസ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്? ഓക്കെ, അപ്പൊ നമുക്ക് ഈക്വൽ ആംഗിൾസ് ആണോ എന്നറിയാൻ വേണ്ടി ഒരു ടെസ്റ്റർ വേണം അല്ലെ. ഒരു ടെസ്റ്റർ വേണം. മിസ് പറഞ്ഞു, കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് പറഞ്ഞായിരുന്നു, ആംഗിൾസ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് പ്രൊട്രാക്ടർ ആണ് അല്ലെ. പ്രൊട്രാക്ടർ ആണ്. എന്താണ്, ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡിവൈഡറും യൂസ് ചെയ്യാം. നമ്മൾ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഡിവൈഡർ കണ്ടിട്ടുണ്ടോ? കോമ്പസ് പോലെ 2 നീഡിൽസ് ഉള്ള ഡിവൈഡർ. ഓക്കെ, ഡിവൈഡർ നമുക്ക് ആ 2 കോൺസിക്യൂട്ടീവ് ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് എടുത്ത് വെക്കാം. ആ ഗ്യാപ്പ് നമ്മുടെ പ്രൊട്രാക്ടറിൽ വെച്ച് എന്ത് ചെയ്യാം,
ആംഗിൾ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. ഡിവൈഡറിനെക്കാട്ടി കൂടുതൽ ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാനാണ് പഠിക്കേണ്ടത്. ജസ്റ്റ് ഇത് മനസ്സിലാക്കുക, ആംഗിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് നമ്മുടെ ഡിവൈഡർ. Okay, you also have an angle tester in your geometry box. It is called a divider. കണ്ടോ, cut two strips of a cardboard sheet. Cardboard sheet two strips cut ചെയ്തെടുക്കുക. Fix them with a drawing pin or pin such that the strips can move around easily. ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പിൻ വെച്ചിട്ട് ഇത് പിൻ ചെയ്യുക. രണ്ട് പീസ് കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുക, സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക. അതിന്റെ ജോയിന്റ് കണ്ടോ ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുമിച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പിൻ സപ്പോർട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ടെസ്റ്റർ ആയി. ഓക്കെ, Rohi and Mokri went all around with an angle tester to look for different angles in their class. ക്ലാസ്സുകളിലെ ഒബ്ജക്ട്സുകളെ ആംഗിൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി രോഹിണിയും മോഹിനിയും ഒരുപാട് വസ്തുക്കൾ നോക്കുകയാണ്. രോഹിണി ടെസ്റ്റഡ് ദ ആംഗിൾ ഓഫ് ദ മാത്സ് ബുക്ക് ആൻഡ് ദ പെൻസിൽ ബോക്സ്. പെൻസിൽ ബോക്സിന്റെ മാച്ച് എന്താണ് പിന്നെ മാത്സ് ടെക്സ്റ്റിന്റെ ഒക്കെ ആംഗിൾസ് നോക്കുകയാണ്, ടെസ്റ്റ് ചെയ്യുകയാണ്. Look at the tester. It has an open like the letter. It is open like the letter L. ഇവിടെ കണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അറേഞ്ച് ചെയ്താൽ കണ്ടോ ഇവിടെ എൽ ഷേപ്പ് കണ്ടോ, എന്താണ് റൈറ്റ് ആംഗിൾ ആണ്. സോ അതാണ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലെ, റൈറ്റ് ആംഗിൾ ആയതുകൊണ്ടാണ് പെർപെൻഡിക്കുലർ ലൈൻ. ഓക്കെ, അതുകൊണ്ടാണ് എല്ലിന്റെ ഷേപ്പ് അല്ലെ. സോ go around with your tester and draw here those things in which the tester opens like letter L. Are you sure they are all right angles? എന്ത് ചെയ്യണം, നിങ്ങൾ ഒരു ടെസ്റ്റർ ഇതുപോലെ സ്ട്രിപ്സ് ഉപയോഗിച്ച് മേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, കറക്റ്റ് എൽ ഷേപ്പിൽ വരുന്ന ഒബ്ജക്ട്സുകൾ എന്തൊക്കെയുണ്ട് വീട്ടിൽ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വിൻഡോ അല്ലെ, ടെക്സ്റ്റിൽ വിൻഡോ ഉണ്ട്. ആ വിൻഡോയുടെ 4 വശങ്ങളും എന്തായിരിക്കും, റൈറ്റ് ആംഗിൾസ് ആണ്. സോ അവിടെ എല്ലാം നമ്മുടെ ആംഗിൾ ടെസ്റ്റ് എൽ ഷേപ്പിൽ കാണിക്കും. പിന്നെ എന്തൊക്കെ പറയാം, ഡോറ് പറയാം, ടെക്സ്റ്റിൽ വരച്ചോളൂ ഡോർ അല്ലെ. ഡോറിന്റെ എല്ലാ വശങ്ങളും എന്താണ്, റൈറ്റ് ആംഗിൾസ് ആണ് അല്ലെ. പിന്നെ മാത്സ് ടെക്സ്റ്റ് ബുക്ക്, മാത്സ് എന്നല്ല എല്ലാ ടെക്സ്റ്റ് ബുക്കും അല്ലെ, അതിലെ 4 വശങ്ങളും എന്താണ്, റൈറ്റ് ആംഗിൾസ് ആണ്. പിന്നെ വീട്ടിലുള്ള പോസ്റ്റ് കാർഡ്, നിങ്ങളുടെ പെൻസിൽ ബോക്സ്, പോസ്റ്റ് കാർഡ്, നിങ്ങളുടെ ഇറേസർ അല്ലെ, പോസ്റ്റ് കാർഡിന്റെ 4 വശങ്ങൾ എന്താണ് തീർച്ചയായും റൈറ്റ് ആംഗിൾസ് ആണ്. പിന്നെ നിങ്ങളുടെ ടേബിൾ ഉണ്ടല്ലോ, ടേബിളിലെ മുകളിലത്തെ ഭാഗം അല്ലേ, ടേബിളിലത്തെ മുകളിലത്തെ ഭാഗം എന്താണ്, അതും റൈറ്റ് ആംഗിൾ വരും അല്ലെ. ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്, ഇത് റൈറ്റ് ആംഗിൾ ആണ്. എല്ലാം കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻസ് ആണ്. ഓക്കെ, അപ്പൊ അവിടെ ഈ ഫിഗേഴ്സ് ഒക്കെ വരയ്ക്കാം. വിൻഡോസ്, ഡോർസ് എല്ലാം നമ്മൾ ടേബിളിന്റെ സർഫസ്, പോസ്റ്റ് കാർഡ്, ടെക്സ്റ്റ് ബുക്ക്, പെൻസിൽസ്, നോട്ട് ബുക്സ്, ഒട്ടുമിക്ക എല്ലാ സാധനങ്ങളും കറക്റ്റ് അതിന്റെ 2 ലൈൻസ് തമ്മിലിടയിലുള്ള ഈ ഒരു ആംഗിൾ എന്താണ്, റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് പ്രാക്ടീസ് ടൈം. ലുക്ക് അറ്റ് ദ ആംഗിൾസ് ഇൻ ദ പിക്ചർ ആൻഡ് ഫിൽ ദ ടേബിൾ. ആ പിക്ചറിലുള്ള ആംഗിൾസ് ഒന്ന് നോക്കിക്കേ. എന്താണ്, ഫസ്റ്റ് ഒരു സിസേഴ്സ് ആണ് അല്ലെ, സിസേഴ്സിനിടയിലുള്ള ഒരു ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് റൈറ്റ് ആംഗിൾ ആണോ, മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണോ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ, അല്ലെങ്കിൽ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണോ, അതായത് അക്യൂട്ട് ആംഗിൾ ആണോ. മോർ ദാൻ റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു ഒബ്റ്റ്യൂസ് ആംഗിൾ, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ ചെറിയ ആംഗിൾ, നമ്മൾ പഠിച്ചു അക്യൂട്ട് ആംഗിൾ. ഓക്കെ, അപ്പൊ സിസേഴ്സിനിടയിലുള്ള ആംഗിൾ അവിടെ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് എന്തായിരിക്കും, കുഞ്ഞ ആംഗിൾ ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്. സോ അവിടെ മാർക്ക് ചെയ്തേ, അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് എന്താണ്, മാൻ വിത്ത് ഹിസ് ആം അല്ലെ, ആമിന് ഇടയിലുള്ള ആ ഒരു ആംഗിൾ. ആ ആംഗിൾ എന്തായിരിക്കും, കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ആണ്. കറക്റ്റ് പെർപെൻഡിക്കുലർ 90 ഡിഗ്രി ആണ്. നമ്മളിത് ഇങ്ങനെ ചരിഞ്ഞിരിക്കുക, നമ്മളിങ്ങനെ നേരെ വെച്ച് നോക്കിയേ, കറക്റ്റ് 90 ഡിഗ്രി ആണ്. സോ എന്താണ്, 90 ഡിഗ്രി ആംഗിൾ, റൈറ്റ് ആംഗിൾ ആണ് ചെക്ക് ചെയ്യാം. ഇനി അടുത്തതൊരു കൈറ്റ് ആണ്. കൈറ്റിന്റെ എന്താണ്, ഈ ഒരു ഷേപ്പിൽ ഇരിക്കുക, നമ്മൾ ഓർക്കും ചരിഞ്ഞൊക്കെ ഇരിക്കുകയാണല്ലോ നോക്കും അല്ലെ. ഇതിനൊന്ന് നേരെ വെച്ച്, നേരെ വെക്കുമ്പോൾ കറക്റ്റ് ഈ ഒരു ബോക്സ് ഷേപ്പ് വരും. ബോക്സ് ഷേപ്പിന്റെ ഈ ഒരു മൂല വരും, അത് റൈറ്റ് ആംഗിൾ ആണ്. സോ അവിടെ ചെക്ക് ചെയ്യാം. ഇനി അടുത്ത നോക്കി, അടുത്തതിന്റെ അവിടെ എന്താണ്, ആ ഒരു ടൂളിന്റെ അവിടെ ഒരു വലിയ ആംഗിൾ ആണ്.
സോ മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്, മോർ ദാൻ റൈറ്റ് ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അവിടെ ചെക്ക് ചെയ്താൽ മതി. ഇനി അടുത്തത് നമ്മുടെ എന്താണ് ബോർഡ് അല്ലെ, സ്റ്റോപ്പ് എന്ന് എഴുതിയ ഒരു ബോർഡാണ്. ആ ബോർഡിന് അവിടെയുള്ള ആംഗിൾ എന്തായിരിക്കും? മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണോ, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണോ, അതോ റൈറ്റ് ആംഗിൾ ആണോ? എന്താണ്? വലിയ ആംഗിൾസ് ആണ്. വലിയ ആംഗിൾ ആയതുകൊണ്ട് ഒബ്റ്റ്യൂസ് ആംഗിൾസ് അവിടെ ടിക്ക് ചെയ്യാം. മനസ്സിലാകുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഫസ്റ്റ് സിസേഴ്സ് അക്യൂട്ട് ആംഗിൾ ആണ്, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്. നെക്സ്റ്റ് ഫിഗർ ഒരു മാന്റെ ആർമിന്റെ ഇടയിലുള്ള ആംഗിൾ ആണ്, റൈറ്റ് ആംഗിൾ ആണ്. നെക്സ്റ്റ് ഫിഗർ കൈറ്റ് ആണ്, അത് റൈറ്റ് ആംഗിൾ ആണ്. നെക്സ്റ്റ് ഫിഗർ ആ ഒരു ടൂളിന്റെ ഇടയിലത്തെ ആംഗിൾ, അത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. സോ അവിടെ ചെക്ക് ചെയ്താൽ മതി. നെക്സ്റ്റ് എന്താണ്? ഒരു പ്ലക്കാർഡ് ആണ്, സ്റ്റോപ്പ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡാണ്, അത് മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ് അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. സോ അവിടെ ചെക്ക് ചെയ്യുക. ഇനി അടുത്തത് പേജ് നമ്പർ 22. സുഖ്മാൻ made this picture with so many angles. സുഖ്മാൻ എന്ന ആള് ആ ഒരു പിക്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഇഷ്ടംപോലെ ആംഗിൾസ് അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, യൂസ് കളർ പെൻസിൽസ് ടു മാർക്ക്. ആ ആംഗിളുകൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് മാർക്ക് ചെയ്യാൻ നിങ്ങൾ കളർ പെൻസിലുകൾ ഉപയോഗിക്കുക. റൈറ്റ് ആംഗിൾസ് വിത്ത് ബ്ലാക്ക് കളർ, റൈറ്റ് ആംഗിൾ എന്ത് ചെയ്യുക? ബ്ലാക്ക് കളറിൽ മാർക്ക് ചെയ്യണം. ആംഗിൾസ് വിത്ത് മോർ ദാൻ റൈറ്റ് ആംഗിൾ വിത്ത് ഗ്രീൻ, അതായത് ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ റൈറ്റ് ആംഗിളിനെ കാട്ടിയും അല്ലെങ്കിൽ 90 ഡിഗ്രിയെക്കാളിലും ഒരുപാട് വലിയ ആംഗിൾ ആണെങ്കിൽ ഗ്രീൻ കളർ പെൻസിൽ യൂസ് ചെയ്യുക. ആംഗിൾസ് വിത്ത് ലെസ് ദാൻ റൈറ്റ് ആംഗിൾ വിത്ത് ബ്ലൂ, അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ ബ്ലൂ കളർ വെച്ചിട്ട് ആ ഫിഗറിൽ മാർക്ക് ചെയ്യണം. ഓക്കെ, ഒന്ന് ട്രൈ ചെയ്യാമോ? ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്യണം. 3 കളേഴ്സ് യൂസ് ചെയ്യാം, പക്ഷെ സ്കെച്ച് പെൻ യൂസ് ചെയ്യരുത്. നോട്ട് അലൗഡ് ആണ്. സ്കെച്ച് പെൻ യൂസ് ചെയ്യരുത്. ഒന്നെങ്കിൽ പേന യൂസ് ചെയ്യാം, ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, അല്ലെങ്കിൽ ഗ്രീൻ കിട്ടിയില്ലെങ്കിൽ റെഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഈ 3 കളേഴ്സ് മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. റെഡ് റൈറ്റ് ആംഗിൾസിന് മാത്രം, ബ്ലാക്ക് ബ്ലാക്ക് കളർ റൈറ്റ് ആംഗിൾസിന് മാത്രം, റെഡ് കളറ് ഒബ്റ്റ്യൂസ് ആംഗിൾസിന് മാത്രം, ബ്ലൂ കളറ് അക്യൂട്ട് ആംഗിൾസിന് മാത്രം യൂസ് ചെയ്യുക. ഇവിടെ എവിടെയൊക്കെ ആംഗിൾസ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി എല്ലാവരും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മാർക്ക് ചെയ്ത് മിസ്സിന് ഹോംവർക്ക് ആയിട്ട് സെൻഡ് ചെയ്യാം. ഈ ഒരു ക്ലാസ് വീഡിയോയുടെ കൂടെ മിസ് ഇവിടെ അത് ചെയ്തിട്ടുണ്ട്. എവിടെയൊക്കെ അക്യൂട്ട് ആംഗിൾ വരുന്നുണ്ട്, എവിടെയൊക്കെ ഒബ്റ്റ്യൂസ് ആംഗിൾ വരുന്നുണ്ട്, എവിടെയൊക്കെ റൈറ്റ് ആംഗിൾസ് ഈ ഫിഗറിനകത്ത് വരുന്നുണ്ട്, അതെല്ലാം മിസ് കൃത്യമായി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫിഗർ മിസ് ഫോട്ടോ എടുത്ത് ഈ വീഡിയോയുടെ കൂടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. പക്ഷെ അത് എല്ലാവരും കാണുന്നതിന് മുൻപ് എല്ലാവരും സ്വന്തമായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഐ വിഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഏതാണ് ചെറിയ ആംഗിൾ, അത് അക്യൂട്ട് ആംഗിൾ ആണെന്ന് മാർക്ക് ചെയ്യാം. ഏതാണ് റൈറ്റ് ആംഗിൾ, അത് റൈറ്റ് ആംഗിൾ ആണെന്ന് മാർക്ക് ചെയ്യുക. ഏതാണ് ഒബ്റ്റ്യൂസ് ആംഗിൾ, അത് മനസ്സിലാക്കി അത് ഒബ്റ്റ്യൂസ് ആണെന്ന് മാർക്ക് ചെയ്യാം. പക്ഷെ മിസ് ഇവിടെ റെഡ് പെൻ യൂസ് ചെയ്ത് മാത്രമാണ് ഇവിടെ ആംഗിൾസ് മാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഒരൊറ്റ കളർ പെൻ ഉപയോഗിച്ച് കൊണ്ട് മാത്രം കളർ ചെയ്തത് കൊണ്ട് ഞാൻ ഓരോ ആംഗിൾസും എന്താണെന്ന് എല്ലായിടത്തും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ എല്ലാം റെഡ് അല്ല മിസ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ ഉപയോഗിച്ചത്. സോ റെഡ് യൂസ് ചെയ്തത് കൊണ്ട് ഞാൻ അവിടെ ഒബ്റ്റ്യൂസ് ആണെങ്കിൽ O എന്ന് എഴുതിയിട്ടുണ്ട്, റൈറ്റ് ആംഗിൾ ആണെങ്കിൽ R എന്ന് എഴുതിയിട്ടുണ്ട്, അക്യൂട്ട് ആംഗിൾ ആണെങ്കിൽ A എന്ന് എഴുതിയിട്ടുണ്ട്. സോ എല്ലാവർക്കും ഒരു കളർ പേനയെ കയ്യിലുള്ളൂ എങ്കിൽ ഒരു കളർ പേന വെച്ച് തന്നെ എല്ലാ ആംഗിൾസും മാർക്ക് ചെയ്യാം. പക്ഷെ ഓരോ ആംഗിൾസും എന്താണെന്ന് ഞാൻ ചെയ്തേക്കുന്ന പോലെ വൃത്തിക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. പിന്നീട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാകാതിരിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു പെൻ മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫൈ ചെയ്ത് ഏത് ആംഗിൾ ആണെന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവണം. ഷോർട്ട് ഫോംസ് എഴുതിയിട്ടുണ്ടാവണം. ഒബ്റ്റ്യൂസിന് O എന്നും അക്യൂട്ടിന് A എന്നും റൈറ്റ് ആംഗിളിന് R എന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറെന്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാം. ഡിഫറെന്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്കെച്ച് യൂസ് ചെയ്യരുത്. ഡിഫറെന്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യുമ്പോൾ അവിടെ സ്പെസിഫൈ ചെയ്ത് O എന്നോ R എന്നോ A എന്നോ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ ഞാൻ ഈ ഫിഗർ ഈ ക്ലാസ് വീഡിയോയുടെ കൂടെ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാം. എല്ലാവരും അത് കാണുന്നതിന് മുമ്പ് എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ, draw anything of your choice around the angle shown. Also write what kind of angle it is. The first one is done.
എന്താണ് ഫസ്റ്റ് അവിടെ കുറച്ച് ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ വസ്തുക്കളോട് ഉപമിക്കാം എന്നതിനെ ഒന്നും അതെന്താണ് ആംഗിൾ എന്ന് എഴുതുക. റൈറ്റ് ആംഗിൾ ആണോ, അക്യൂട്ട് ആംഗിൾ ആണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ എന്ന് എഴുതുക. എന്നിട്ട് ഏതൊക്കെ വസ്തുക്കളോട് ഉപമിക്കാം എന്നും കൂടെ ഒന്ന് എഴുതുക. ഫസ്റ്റ് കണ്ടോ ഒരു ലൈൻ എന്താണ് ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്. ഇത് എന്ത് ആംഗിൾ ആയിരുന്നു? ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ആയിരുന്നു, അതായത് അക്യൂട്ട് ആംഗിൾ ആയിരുന്നു. അതിന് ഒരു മുതലയുടെ തല പോലെ വരച്ചല്ലേ അല്ലെ, ഹെഡ് ഓഫ് എ ക്രോക്കഡൈൽ. ഇനി അടുത്തത് എന്താണ്? ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആണ്. ഓക്കെ, സോ ഇതെന്താണ്? റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് ഡൈസ് ആക്കി വരയ്ക്കാം. ഡൈസ് ഇല്ലേ, ഡൈസ് ആക്കി വരയ്ക്കാം. അവിടെ എഴുതാം ഡൈസ്, DICE, ഡൈസ്. ഇത് എന്ത് ആംഗിൾ ആണ്? റൈറ്റ് ആംഗിൾ. അവിടെ എഴുതിക്കേ കണ്ടോ, ഒരു ഡൈസ് ആയിട്ട് നമുക്ക് സങ്കല്പിക്കാം. ആ ഡൈസ് റൈറ്റ് ആംഗിൾ ആണ്. ഡൈസ് റൈറ്റ് ആംഗിൾ എന്ന് എഴുതുക. ഇനി അടുത്തത് ഫിഗർ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഇത് എന്ത് ആംഗിൾ ആയിരിക്കും? അതും കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ ആണ്. കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈൻ. ഇതിപ്പോ ഇങ്ങനെ ചരിഞ്ഞിരിക്കുകയായിരുന്നു, നമ്മൾ നിവർത്തി വെച്ചാൽ കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈനായിട്ട് തന്നെ കിട്ടും. ആ ഒരു ഷേപ്പ് നമുക്ക് എന്തായിട്ട് ഉപമിക്കാം? റൂഫ് ഓഫ് എ ഹട്ട് അല്ലെ, ഒരു ഹട്ടിന്റെ, ഒരു കൂരയുടെ അല്ലെ, ഒരു ഹട്ട്, ഒരു കുടിലിന്റെ മുകളിലത്തെ ആ ഒരു ഭാഗമായി ഉപമിക്കാം അല്ലെ. കണ്ടോ, അപ്പൊ ഇങ്ങനെ ബാക്കി വരച്ചാൽ ഒരു വീടിന്റെ ടോപ്പായി കണ്ടില്ലേ. അവിടെ എഴുതുക റൂഫ്, ROOF, റൂഫ് ഓഫ് എ ഹട്ട് എന്ന് എഴുതുക. അതെന്താണ് ഒബ്ജക്ട് എന്ന് എഴുതി. ഇനി അവിടെ റൈറ്റ് ആംഗിൾ അല്ലെ, ഇത് റൈറ്റ് ആംഗിൾ ആണ്. റൈറ്റ് ആംഗിൾ എന്ന് എഴുതുക. റൈറ്റ് ആംഗിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഇങ്ങനെ ഒരു ഇതാണ് അല്ലെ. ഇത് മോർ ദാൻ റൈറ്റ് ആംഗിൾ ആണ്. ഇത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ് അല്ലെ. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഒബ്റ്റ്യൂസ് ആംഗിൾ എന്താണെന്ന് എഴുതണം. പിന്നെ എന്താണ് ഒബ്ജക്റ്റ്, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് എഴുതണം. നമുക്കതൊരു ചെയർ ആക്കി എടുക്കാലോ അല്ലെ. കുറച്ച് കണ്ടോ, ചെയർ ആക്കി എടുത്തു. എന്താണ് അവിടെ എഴുതുക? ചെയർ. ഒബ്റ്റ്യൂസ് ആംഗിൾ ചെയർ എന്ന് എഴുതാം. ഇനി അടുത്തത് ഫിഗർ ഇങ്ങനെ ഇരിക്കുകയാണ് അല്ലെ. ഇത് ചെറിയ ആംഗിൾ ആണ്. നമുക്കതിനെ ചെറിയ ആംഗിൾ ആയതുകൊണ്ട് തന്നെ അക്യൂട്ട് ആംഗിൾ ആണ്, അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ആണ്. അക്യൂട്ട് ആംഗിൾ എന്ന് എഴുതുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ എന്ന് എഴുതുക. പിന്നെ എന്താണ്? നമുക്കൊരു ഐസ്ക്രീം ആക്കി വരയ്ക്കാം. കണ്ടോ, ഐസ്ക്രീം ആക്കി വരച്ചു. ഇനി അടുത്തത് തീരെ ഒരു കുഞ്ഞ് ആംഗിൾ ആണ് അല്ലെ. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്. അത് നമുക്കൊരു പെൻസിലിന്റെ ടിപ്പായി സങ്കല്പിക്കാം. കണ്ടോ, എന്ത് എഴുതുക? അക്യൂട്ട് ആംഗിൾ എന്ന് എഴുതുക. TIP, ടിപ്പ് ഓഫ് എ പെൻസിൽ. പെൻസിലിന്റെ ടിപ്പ്, പെൻസിൽ ടിപ്പ്, TIP, ടിപ്പ് ഓഫ് എ പെൻസിൽ. ഇത് ഐസ്ക്രീം. കണ്ടോ, അവിടെ ഓരോ ആംഗിൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളതിന്റെ ഓരോ ഒബ്ജക്റ്റുകളായി അതെന്താണ് ആംഗിൾ എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നിട്ട് ഓരോ ഒബ്ജക്റ്റുകളുമായി നമ്മൾ താരതമ്യം ചെയ്തു. ഫസ്റ്റ് ഒരു ഹെഡ് ഓഫ് എ ക്രോക്കഡൈൽ ആണ്, അത് അക്യൂട്ട് ആംഗിൾ ആണ്. സെക്കൻഡ് റൈറ്റ് ആംഗിൾ ആണ്, അത് ഡൈസ് ആയി സങ്കല്പിച്ചു. തേർഡ് റൈറ്റ് ആംഗിൾ ആണ്, അത് റൂഫ് ഓഫ് എ ഹട്ട് ആക്കി. ഫോർ എന്താണ്? ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്, അത് ചെയർ ആക്കി. നമ്പർ 5 അത് അക്യൂട്ട് ആംഗിൾ ആണ്, അത് ഐസ്ക്രീം ആക്കി. നമ്പർ 6 എന്താണ്? അക്യൂട്ട് ആംഗിൾ ആണ്, അതിനെ എന്താക്കി? ടിപ്പ് ഓഫ് എ പെൻസിൽ ആക്കി. കണ്ടോ, അപ്പൊ അത് എന്താണ്? റൈറ്റ് ആംഗിൾ ആണോ, അക്യൂട്ട് ആംഗിൾ ആണോ, ഒബ്റ്റ്യൂസ് ആംഗിൾ ആണോ എന്ന് എഴുതുകയും വേണം. ആ ഒബ്ജക്റ്റുകൾ ബാക്കി പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് ആ ഒബ്ജക്റ്റുകൾ എന്താണെന്നുള്ളത് എഴുതുകയും വേണം. ഓക്കെ, ഇതുപോലെ തന്നെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് പേജ് നമ്പർ 23. ഇതൊരു ആക്ടിവിറ്റി ആണ്. Take a square sheet of paper. ഒരു പേപ്പറിന്റെ സ്ക്വയർ ഷീറ്റ് എടുക്കുക. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ, എല്ലാ വശങ്ങളും ഈക്വൽ ആണ് അല്ലെ. ഓക്കെ, ഫോൾഡ് ഇറ്റ് ഇൻ ഹാഫ്. അതിനെ പകുതിയായി മടക്കുക. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഓരോ ഫിഗറും കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ആദ്യമേ ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുത്തു, അതിനെ ഫോൾഡ് ചെയ്തു, അതിനെ പകുതിയാക്കി. ഫോൾഡ് ഇറ്റ് വൺസ് മോർ ആൻഡ് പ്രസ് ഇറ്റ്. പിന്നെയും അതിനെ പകുതിയാക്കി. അപ്പൊ 4 ഭാഗമായി ചെറിയ പീസ് ആയി പോയി അല്ലെ. ഓക്കെ, അങ്ങനെ 4 മടക്കി ആ പേപ്പറിനെ. എന്നിട്ടോ ഓപ്പൺ ദ ലാസ്റ്റ് ഫോൾഡ് സോ ദാറ്റ് ദ ഷീറ്റ് ഈസ് ഫോൾഡ് ഇൻ എ ഹാഫ്.
എന്നിട്ട് അവസാനം മടക്കിയ ആ മടക്കല്ലെ ഒന്ന് നിവർത്തി കൊടുത്തു. അപ്പൊ നീളത്തിലുള്ള റെക്ടാംഗിൾ ബോക്സ് ആക്കി കിട്ടി. ടേക്ക് വൺ കോർണർ ആൻഡ് ഫോൾഡ് ഇറ്റ് ടു മീറ്റ് ദ ഡോട്ടഡ് ലൈൻ. എന്നിട്ട് ഒരു എന്താണ് ഫസ്റ്റ് ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ ആയിരുന്നു, അതിനെ രണ്ടായിട്ട് മടക്കി, പിന്നെ അതിനെ മടക്കി ഒരു കുഞ്ഞ് ഒരു ചെറിയൊരു പീസാക്കി ആ മടക്കിയതിന് പിന്നെ നാലാമതായി നിവർത്തിയപ്പോൾ ഇങ്ങനെ ഒരു റെക്ടാംഗിൾ ഷേപ്പില് ഒരു ബോക്സ് കിട്ടി. എന്നിട്ട് എന്താണ് നടുക്ക് ഡോട്ടഡ് ലൈൻ വരും, നടുക്ക് ആ മടക്കിയ ഭാഗം കാണാൻ പറ്റും. എന്നിട്ട് എന്താണ് ഇവിടെയുള്ള ഒരു കോൺ ഇവിടെയുള്ള ഈ മടക്കിയടുത്തോട് മടക്കി വെച്ച് കൊടുത്തു. ടെക്സ്റ്റിൽ കാണിക്കുന്നുണ്ട്, എല്ലാം ടെക്സ്റ്റിൽ കാണിക്കുന്നുണ്ട്. പിന്നെന്തായി, on the paper you will find lines make a right angle, an angle less than right angle, an angle more than right angle. Look for each of the angles and mark with different colors. എന്ത് ചെയ്യാം, ആദ്യം ഒരു സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുത്തു, അതിനെ രണ്ടായിട്ട് മടക്കി, പിന്നെ ഒന്നുകൂടെ മടക്കിയപ്പോൾ നാലായി മടക്കിനെ ഒന്നുകൂടെ നിവർത്തി, രണ്ടായി മടക്കിയതിനെ എന്തായി ആ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്തു, അതിന്റെ ഒരു അറ്റം മറ്റേ അറ്റത്തോടൊന്ന് മടക്കി വെച്ച് കൊടുത്തു. അപ്പോൾ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തു. പിന്നെ ആ പേപ്പറിനെ എല്ലാം കൂടെ നിവർത്തി, മുകളിൽ ഒരു ട്രയാങ്കിൾ കാണാൻ സാധിക്കും. ആ ട്രയാങ്കിളിൽ എന്തെല്ലാം ഒക്കെ ഉണ്ട് എന്നാണ് ചോദ്യം. ഏതൊക്കെ ആംഗിൾസ് ഉണ്ട് എന്നാണ് ചോദ്യം. മടക്കിയ പാടും കണ്ടോ, അതായത് നമ്മുടെ പേപ്പർ ഇതായിരുന്നു, കണ്ടോ നമ്മുടെ പേപ്പർ ഇതായിരുന്നു, ഈ സ്ക്വയർ ഷീറ്റ് പേപ്പർ ഇതായിരുന്നു. അതിനെ രണ്ടാക്കി മടക്കി, അപ്പൊ നടുക്ക് പാട് വീണു. പിന്നെ അതിനെ ഒന്നുകൂടെ ചെറുതാക്കി മടക്കി, അപ്പൊ ഇവിടെ ഒരു ലൈൻ വീണു. എന്നിട്ട് എന്ത് ചെയ്തു, നിവർത്തി ഇപ്പൊ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ. അതിന് ഒരു എൻഡ് മറ്റേ എൻഡിനോട് ചേർത്തൊന്ന് നല്ലപോലെ ഒരു ടൈറ്റൻ ചെയ്തു. എന്നിട്ട് എല്ലാം മടക്കി ഇതിനെ എല്ലാം നിവർത്തി കൊടുത്തു. അപ്പൊ ഇതുപോലെ ട്രയാങ്കിൾ നടുക്ക് കിട്ടും. കണ്ടോ, നിവർത്തിയപ്പോൾ ഇവിടെ ഇതുപോലൊരു പീസായിരിക്കും കിട്ടുന്നത്. മടക്കി ഇത്രയും ഭാഗം ഒരു മടക്കുള്ള പീസ്, ഇത്രയും മടക്കുള്ള പീസ്, ഇവിടെ ഒരു മടക്കുള്ള പീസ്, ഇവിടെ ഒരു മടക്കുള്ള പീസ്, ഇവിടെ ഇങ്ങനെ ക്രോസ് ലൈനുകൾ കിട്ടും. കണ്ടോ, പേപ്പർ എല്ലാം മടക്കി ശേഷം നിവർത്തി നോക്കുമ്പോൾ ഇതുപോലൊരു രൂപം കിട്ടും. ഇവിടെ മുകളിൽ ഒരു ട്രയാങ്കിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു അല്ലെ, ട്രയാങ്കിളിലെ ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. ഇനി അവിടെ ഏതൊക്കെ ആംഗിൾസ് ഉപയോഗിക്കും എന്നാണ് ചോദ്യം. പേപ്പറിന്റെ കാര്യമൊക്കെ വിടാം, ട്രയാങ്കിളിലെ കേസ് എടുക്കാം. ഓക്കെ, ട്രയാങ്കിളിന്റെ കേസ് എടുക്കാം. അവിടെ ഏതൊക്കെ ആംഗിൾസ് ഫോം ചെയ്യും. ആ ആംഗിൾസ് പല പേനകൾ ഉപയോഗിച്ച് മാർക്ക് ചെയ്യുക എന്നാണ്. ഇത് റൈറ്റ് ആംഗിൾ ആണ്, കണ്ടോ, ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്, ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്, ഇവിടെ താഴത്ത് റൈറ്റ് ആംഗിൾ ആണ്, ഇവിടെ റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇവിടെ തന്നെ 4 ആംഗിൾസ് ഫോം ചെയ്യും. പിന്നെയോ ഇവിടെ ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്, L ആണ്, ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്, അല്ലെങ്കിൽ അക്യൂട്ട് ആംഗിൾ ആണ്, അക്യൂട്ട് ആംഗിൾ. ഇവിടെ റൈറ്റ് ആംഗിൾ R എന്ന് കൊടുക്കാം. കുറച്ച് വലുതാക്കി വരയ്ക്കാം. നമുക്ക് കിട്ടിയ ട്രയാങ്കിൾ ഇങ്ങനെയാണ് കേട്ടോ. കിട്ടിയ ട്രയാങ്കിൾ ഇതാണ്. ഇവിടെ കണ്ടോ ആംഗിൾസ് കിട്ടി. ഇത് അക്യൂട്ട് ആംഗിൾ ആണ്, ചെറിയ ആംഗിൾ ആണ്. നമ്മുടെ ഐ ഒബ്സർവേഷൻ വെച്ച് നമുക്ക് മനസ്സിലാക്കാം അത് ചെറിയ ആംഗിൾ ആണ്, അക്യൂട്ട് ആംഗിൾ ആണ്. നടുക്ക് ഈ ഡോട്ടഡ് മടക്കിയ ഭാഗം കൊണ്ട് കിട്ടിയ ആംഗിൾസ് 4 എണ്ണം എന്താണ്, റൈറ്റ് ആംഗിൾ ആണ് അല്ലെ, R ആണ്. റൈറ്റ് ആംഗിളിനെ R എന്ന് മാർക്ക് ചെയ്യാം. പിന്നെയോ മുകളിൽ അല്ലെ, ഇവിടെ 2 ആംഗിൾസ് കിട്ടി, മടക്കിയ ഭാഗം കൊണ്ട് 2 ആംഗിൾസ് കിട്ടി. ലെസ് ദാൻ റൈറ്റ് ആംഗിൾ ആണ്, അതിന് എന്തെന്ന് പറയാം, അക്യൂട്ട് ആംഗിൾ എന്ന് പറയാം അല്ലെ, അക്യൂട്ട് ആംഗിൾ ആണ്. പക്ഷെ ഈ 2 ആംഗിൾസ് കൂടി ചേർന്നാൽ ഇത് കംപ്ലീറ്റും ഒരു റൈറ്റ് ആംഗിൾ ആണ്. ഓക്കെ, ഇത് കംപ്ലീറ്റ് റൈറ്റ് ആംഗിൾ ആണ്. പക്ഷെ പകുതി നോക്കുമ്പോൾ റൈറ്റ് ആംഗിളിനെക്കാളും ചെറിയ അക്യൂട്ട് ആംഗിൾ. ഇത് കംപ്ലീറ്റ് നോക്കുമ്പോൾ ഈ 2 അക്യൂട്ട് ആംഗിൾ തമ്മിൽ ആഡ് ചെയ്താൽ 90 ഡിഗ്രി കിട്ടും, റൈറ്റ് ആംഗിൾ കിട്ടും. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു ഫിഗർ മനസ്സിലായല്ലോ. ആ പേപ്പർ മടക്കുമ്പോൾ നമുക്ക് മുകളിലായിട്ട് മടക്കുകൾ മാറ്റുമ്പോൾ നിവർത്തുമ്പോൾ ഒരു ട്രയാങ്കിൾ കിട്ടും. ആ ട്രയാങ്കിളിനകത്ത് എന്തെല്ലാം ആംഗിൾസ് ഉണ്ടെന്ന് രേഖപ്പെടുത്താനാണ്. ഈ 2 കോർണറുകളായിട്ട് അക്യൂട്ട് ആംഗിൾ കിട്ടും. മുകളിൽ 2 അക്യൂട്ട് ആംഗിൾ കിട്ടും, മടക്ക് ഉൾപ്പെടെ. മടക്കിന്റെ അവിടെ നിന്ന് ഒരു സൈഡിൽ ട്രയാങ്കിൾ, ഒരു സൈഡിലോട്ട് ഒരു അക്യൂട്ട് ആംഗിൾ, പിന്നെ മടക്കിന്റെ അവിടെ നിന്ന് മറ്റേ സൈഡിലെ ട്രയാങ്കിളിന്റെ സൈഡിലോട്ട് ഒരു അക്യൂട്ട് ആംഗിൾ. ഈ 2 അക്യൂട്ട് ആംഗിൾ കൂട്ടി ഒന്ന് ഒരുമിപ്പിച്ച റൈറ്റ് ആംഗിൾ ആയി. അവിടെ പ്രത്യേകം അക്യൂട്ട് ആംഗിൾ എന്ന് തന്നെ മാർക്ക് ചെയ്യുക. താഴത്തെ എന്താണ്, മടക്കിന്റെ അവിടെ നിന്ന് താഴത്തെ സൈഡിലെ
ഇവിടെ 4 റൈറ്റ് ആംഗിൾസ് ഇല്ല, താഴത്തെ സൈഡില് ഈ സൈഡുമായിട്ട് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ, ഇപ്പുറത്തെ റൈറ്റ് ആംഗിൾ, താഴെ ഒരു റൈറ്റ് ആംഗിൾ, ഇപ്പുറത്തെ താഴെ ഒരു റൈറ്റ് ആംഗിൾ. ഓക്കെ, ഇവിടെ തന്നെ 4 റൈറ്റ് ആംഗിൾ കിട്ടി, ഇവിടെ 2 അക്യൂട്ട് ആംഗിൾ കിട്ടി, ഇവിടെ 2 അക്യൂട്ട് ആംഗിളും ഉണ്ട്. പക്ഷെ അത് ഒരുമിച്ച് ആ 2 അക്യൂട്ട് ആംഗിൾസ് ഒരുമിച്ച് നമ്മൾ മാർക്ക് ചെയ്യുവാണെങ്കിൽ 6 എന്ന് എഴുതുക, അല്ലെങ്കിൽ സെപ്പറേറ്റ് മാർക്ക് ചെയ്യുവാണെങ്കിൽ 2 ആംഗിൾസ് രേഖപ്പെടുത്തി എ എന്ന് എഴുതുക. ഓക്കെ, മനസ്സിലായിട്ടുണ്ടായല്ലോ. ഇവിടെ R is equal to A plus A. ഇവിടെ റൈറ്റ് ആംഗിൾ ആയതിനെ 2 ആംഗിൾസ് ഉണ്ടല്ലേ, ഈ എയും ഈ എയും തമ്മിൽ ആഡ് ചെയ്താൽ ഇവിടെ റൈറ്റ് ആംഗിൾ ആവും. സോ എല്ലാവരും ആ ക്വസ്റ്റ്യനും നോട്ട്ബുക്കിൽ എഴുതുക, ആക്ടിവിറ്റി എന്ന് എഴുതുക. എന്നിട്ട് ഇതെല്ലാം നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം, എഴുതുക. ആ പേപ്പേഴ്സിന്റെ ഷീറ്റ്സ് വരയ്ക്കാൻ സാധിക്കുമെങ്കിൽ ഓരോ സെന്റൻസ് നേടിയും ആ പേപ്പറിന്റെ ഷീറ്റിൽ ഇതുപോലെ തന്നെ ടെക്സ്റ്റിലുള്ള അതുപോലെ തന്നെ വരയ്ക്കുക. അതിന്റെ അവസാനം ലുക്ക് ഫോർ ഈച്ച് ഓഫ് ദ ആംഗിൾസ് ആൻഡ് മാർക്ക് ദം വിത്ത് ഡിഫറെന്റ് കളേഴ്സ് എന്ന് വരെ ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഈ ട്രയാംഗിൾ വരയ്ക്കാം. ഈ ട്രയാംഗിൾ വരച്ചിട്ട് എന്ത് ചെയ്യണം, ഓക്കെ, അക്യൂട്ട് ആംഗിളിന് ഒരു കളർ ബ്ലാക്ക് കളർ യൂസ് ചെയ്യാം, റൈറ്റ് ആംഗിളിൽ ഒരു ബ്ലൂ കളർ യൂസ് ചെയ്യാം. ഡിഫറെന്റ് കളേഴ്സ് ഉപയോഗിച്ച് ഈ ആംഗിൾസ് ഒക്കെ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഹോംവർക്ക് എന്തൊക്കെയാണ്? പേജ് നമ്പർ 23 ക്വസ്റ്റ്യൻ ആൻഡ് പേജ് നമ്പർ 19 ക്വസ്റ്റ്യൻ നോട്ട്ബുക്കിൽ ചെയ്യാനുള്ളതാണ്. പേജ് നമ്പർ 21 പേജ് നമ്പർ 22 ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചെയ്യാനുള്ളതാണ്. ഓക്കെ, എല്ലാവരും ഹോംവർക്ക് ചെയ്യുക, മിസ്സിനെ സെൻഡ് ചെയ്യുക, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മിസ്സിനെ കോൺടാക്ട് ചെയ്യുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.